നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. സേനയിലേക്ക് RIMC സൈനിക ഓഫീസറുടെ യൂണിഫോം സ്വപ്നം കാണുന്നവർ അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങേണ്ടത് ഏത് ഘട്ടത്തിലാണ്? സംശയിക്കേണ്ട, സ്കൂൾ കാലത്ത് തന്നെ. സൈനിക സ്കൂളുകളെക്കുറിച്ച് തമ്മിൽ പലർക്കും അറിയാം. ഡെറാഡൂണിലെ രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജിനെ കുറിച്ചോ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ A കാറ്റഗറി വിദ്യാഭ്യാസ സ്ഥാപനമായ ഇവിടെ 8ാം ക്ലാസ്സിലേക്ക് പ്രവേശനത്തിന് അപേക്ഷിക്കേണ്ട സമയമാണത്. കര, വ്യോമ, നാവിക സേനകളിലേക്ക് മികച്ച ഉദ്യോഗസ്ഥരെ വാർത്തെടുക്കാനുള്ള നാഷണൽ ഡിഫൻസ് അക്കാദമി, നേവൽ അക്കാദമി തുടങ്ങിയ പ്രതിരോധ പരിശീലന സ്ഥാപനങ്ങളുടെ ഫീഡർ സ്കൂളാണ് RIMC. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ അതിമനോഹരമായ ഡൂൺ താഴ്വരയിൽ 138 ഏക്കറിലാണ് രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് സ്ഥിതി ചെയ്യുന്നത്. പേരിൽ കോളേജ് എന്നുണ്ടെങ്കിലും 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠന സൗകര്യമുള്ള റെസിഡൻഷ്യൽ സ്കൂളാണിത്. ബ്രിട്ടീഷ് ഇന്ത്യൻ സേനയിലേക്ക് ഇന്ത്യക്കാരായ ഓഫീസർമാരെ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രിൻസ് ഓഫ് വെയിൽസ് റോയൽ മിലിറ്ററി കോളേജ് എന്ന പേരിൽ 1922 മാർച്ചിലായിരുന്നു തുടക്കം. 1947 സ്വാതന്ത്ര്യാനന്തരം രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് എന്ന് പേര് മാറ്റി. പാഠ്യപദ്ധതി CBSE സിലബസ് പ്രകാരമാണ് പഠനം. കായിക പരിശീലനം, അച്ചടക്കം, നേതൃശേഷി വികസനം, വിശകലന പാഠവും തുടങ്ങിയവയ്ക്കും മുൻതൂക്കം നൽകുന്നു. കേഡറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള ശാരീരിക മാനസിക ക്ഷമത ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അശ്വഭ്യാസ്യം, പർവ്വതാരോഹണം, ഷൂട്ടിംഗ്, നീന്തൽ, സ്ക്വാഷ്, ഗോൾഫ് തുടങ്ങിയവയിലെല്ലാം പരിശീലനമുണ്ട്. +2 തലത്തിൽ സയൻസ് സ്ട്രീം മാത്രം. അതേസമയം NDA നേവൽ അക്കാദമി പ്രവേശനത്തിലുള്ള UPSC പരീക്ഷയ്ക്കായി സാമൂഹ്യശാസ്ത്രത്തിലും പരിശീലനം നൽകും. പ്രവേശന പരീക്ഷ, ഇൻ്റർവ്യൂ, വൈദ്യപരിശോധന എന്നീ കടമ്പകൾ കടന്നാണ് RIMCയിൽ എത്തുന്നത്. അഖിലേന്ത്യാ തലത്തിലുള്ള പ്രവേശന പരീക്ഷയിൽ മാത്സ്, ഇംഗ്ലീഷ്, പൊതുവിജ്ഞാനം തുടങ്ങിയവയിലെ മികവാണ് വിലയിരുത്തുന്നത്. കഴിയുന്നത്ര സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയാണ് ഓരോ ബാച്ചിൻ്റെയും തിരഞ്ഞെടുപ്പ്. 6 മാസം ഇടവിട്ട് 25 കുട്ടികൾ വീതം പ്രവേശനം. അങ്ങനെ ഒരേ വർഷം 2 ബാച്ചുകൾ. പഠനത്തിന് വിവിധ സംസ്ഥാനങ്ങൾ സ്കോളർഷിപ്പുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2026 ജനുവരിയിൽ ആരംഭിക്കുന്ന ബാച്ചിലേക്ക് മാർച്ച് 31 വരെ അപേക്ഷിക്കാം. പ്രായം 2026 ജനുവരി 1-ന് 11.5 മുതൽ 13 വയസ്സ് വരെ. 2013 ജനുവരി 2-നും 2014 ജൂലൈ 1-നും ഇടയിൽ ജനിച്ചവർ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കും അംഗീകൃത സ്കൂളിൽ നിന്ന് 7ാം ക്ലാസ് ജയിച്ചവർക്കുമാണ് പ്രവേശനം. പ്രായപരിധിയിൽ ഇളവില്ല. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രവേശനമുണ്ട്. പ്രവേശന പരീക്ഷ ജൂൺ 1-ന് തിരുവനന്തപുരത്ത് പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. വിശദ വിവരങ്ങൾക്ക് www.rimc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതിയാവും. നല്ല പ്രൊഫൈൽ ഉണ്ടോ? ബിരുദാനന്തര പ്രോഗ്രാമിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷകരുടെ പ്രൊഫൈൽ പ്രധാനമാണെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെ ഒരു മികച്ച പ്രൊഫൈൽ ഉണ്ടാക്കാം? വിദേശ സർവകലാശാലകളിലെ ഇന്ത്യയിലെ മുൻനിര സ്ഥാപനങ്ങളിലുമുള്ള പ്രവേശനത്തിൽ അപേക്ഷകരുടെ പ്രൊഫൈലിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രൊഫൈലിൻ്റെ പ്രധാന ഭാഗങ്ങൾ താഴെ പറയുന്നവയാണ്. അക്കാദമിക് പ്രൊഫൈൽ: 10-12 ബിരുദ ക്ലാസ്സുകളിലെ മാർക്ക്, ഗ്രേഡ്, സംസ്ഥാന ദേശീയ തല മത്സര പരീക്ഷകളെ, ഒളിമ്പ്യാഡുകൾ, നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാം മുതലായവ. പ്രകടനം: പ്രസിദ്ധീകരിച്ച അക്കാദമിയിലെ പ്രബന്ധങ്ങൾ, ഇന്റേൺഷിപ്പുകൾ, പ്രോജക്റ്റുകൾ എന്നിവയിലെല്ലാം ചേർന്നാണ് അക്കാദമിക് പ്രൊഫൈൽ. അക്കാദമിക് പരിശീലനം. പശ്ചാത്തലം: ബിരുദ തലത്തിലെ പഠന വിഷയങ്ങൾ, പഠിച്ച സ്ഥാപനം മുതലായവ. പാഠ്യേതര പ്രവർത്തനങ്ങൾ: സ്പോർട്സ്, ഗെയിംസ്, എഴുത്ത്, ചിത്രരചന, സംഗീതം, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ക്വിസ് മത്സരം, സാമൂഹ്യ സേവനം തുടങ്ങിയവയിലുള്ള പങ്കാളിത്തം. തൊഴിൽ പരിശീലനം: പഠനശേഷം ചെയ്ത ജോലിയുടെ വിശദാംശങ്ങൾ, കൃത്യമായ രേഖകൾ ഉണ്ടാക്കണം. സ്റ്റാർട്ടപ്പുകളിലും കുടുംബ ബിസിനസ്സുകളിലുമുള്ള പരിചയവും പരിഗണിക്കും. പ്രൊഫഷണൽ യോഗ്യതകൾ: CA, CMA, CFA, CSA പോലുള്ള, പ്രത്യേകിച്ച് MBA, PhD, ഫിനാൻസ് പോലുള്ള പ്രോഗ്രാമുകളിൽ. പദവികൾ: സ്കൂളിലും കോളേജിലും വഹിച്ച വിവിധ പദവികൾ. ഇവയ്ക്ക് കൃത്യമായ രേഖകൾ സൂക്ഷിക്കണം. പരീക്ഷയിലെ ഗ്രേഡുകളോളം പ്രധാനമാണ് ക്യാമ്പസിലെ വിവിധ ക്ലബ്ബ് പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം. ഓൺലൈനായി പഠിച്ച് നേടുന്ന അധിക യോഗ്യതകൾ, മികച്ച ആശയവിനിമയ ശേഷി തുടങ്ങിയവ. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.